ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പിൻ്റെ പുണ്യത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രസകരമായൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ? മനഃശാസ്ത്രത്തിൽ എൻക്ലോത്ത് കൊഗ്നീഷൻ എന്നൊരു നിരീക്ഷണമുണ്ട്. നാം ധരിച്ചിരിക്കുന്ന വസ്ത്രം നമ്മുടെ സ്വത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഒരു ഡോക്ടറുടെ കോട്ടോ ഒരു അഭിഭാഷകൻ്റെ ഗൗണോ നാം ധരിക്കുമ്പോൾ നാം അറിയാതെ തന്നെ ഒരു ഉത്തരവാദിത്വ ബോധവും നമ്മെ തന്നെ പറ്റിയുള്ള ഒരു സ്വത്വബോധവും നമ്മിൽ നിറയുന്നുണ്ട്. ഇത് ലൗകിക ജീവിതത്തെ പറ്റിയാണെങ്കിൽ ആത്മീയ ജീവിതത്തിൽ നമുക്കിങ്ങനെയൊരു വസ്ത്രമുണ്ടോ? ബ്രാൻഡുകളുടെയും ഫാഷനുകളുടെയും പിന്നാലെ പരക്കം പായുന്ന നമ്മൾ മറന്നുപോയിരിക്കുന്ന ഒരു ആത്മീയ വസ്ത്രമുണ്ട്, നമ്മുടെ തേജസ്സിൻ്റെ വസ്ത്രം. എങ്ങനെയാണ് നമുക്കത് നഷ്ടമായത്? എങ്ങനെയാണ് വീണ്ടും ആ തേജസ്സിൻ്റെ വസ്ത്രം നമുക്ക് തിരികെ ലഭിക്കുന്നത്? ഇതിനെപ്പറ്റി ചിന്തിക്കാൻ ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ഈ കഥ തുടങ്ങുന്നത് പറുദീസായിലാണ്. ആദമും ഹൗവായും ദൈവത്തോടൊപ്പമായിരുന്ന പറുദീസായിൽ. എന്നാൽ പാപം ചെയ്ത നിമിഷം മുതൽ അവർക്ക് തങ്ങൾ നഗ്നരാണെന്ന ബോധ്യം അവരുടെ മനസ്സിലേക്ക് വന്നു. ഇതിനെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇങ്ങനെ നഗ്നരാണെന്നുള്ള ബോധ്യത്തിൽ അവർ തങ്ങൾക്ക് വേണ്ടി അത്തിയിലകൾ കൊണ്ട് ഒരു വസ്ത്രമുണ്ടാക്കി. സുറിയാനി സഭാപിതാക്കന്മാർ ഇതിനെപ്പറ്റി ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. പാപം ചെയ്യുന്നതിന് മുൻപ് വരെ അവർക്ക് തേജസ്സിൻ്റെ ഒരു വസ്ത്രം ദൈവം നൽകിയിരുന്നുവെന്ന്. എന്നാൽ പാപം ചെയ്തു കഴിയുമ്പോൾ അവർ തിരിച്ചറിഞ്ഞു, തങ്ങൾക്ക് ഈ വസ്ത്രം നഷ്ടമായിരിക്കുന്നു, തങ്ങൾ നഗ്നരാണ്. സ്നേഹമുള്ളവരെ, നാമും ഏതാണ്ട് ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? നമ്മുടെ നഗ്നതയെ മറയ്ക്കുവാൻ പൊങ്ങച്ചത്തിൻ്റെ ചില വേഷവിധാനങ്ങൾ, സോഷ്യൽ മീഡിയയിൽ പ്രശസ്തിയുടെ ചില നാട്യങ്ങൾ, ജീവിതമാകുന്ന ഈ യാത്രയിൽ അഭിനയത്തിൻ്റെ ചില വഴികൾ, ഇവയെല്ലാം നാം തേടിപ്പോകുന്നു. എന്നാൽ ഇവയ്ക്കൊന്നും യഥാർത്ഥത്തിൽ നമ്മുടെ സ്വത്വത്തിൻ്റെ നഗ്നതയെ മറയ്ക്കാൻ സാധിക്കുകയില്ല. ഇനിയും മനുഷ്യന് നഷ്ടമായ ഈ തേജസ്സിൻ്റെ വസ്ത്രം എങ്ങനെയാണ് തിരികെ ലഭിക്കുക? ഇവിടെയാണ് സുറിയാനി സഭാശാസ്ത്രത്തിൽ, ദൈവശാസ്ത്രത്തിൽ ഇപ്രകാരം ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുന്നത്. ദൈവം മനുഷ്യനായത് മനുഷ്യന് ഈ വസ്ത്രം കൈമാറി നൽകുവാനാണ്. എ സീക്രട്ട് എക്സ്ചേഞ്ച്, ദിവ്യമായ ഒരു കൈമാറ്റം. ഈശോ തൻ്റെ മാമോദീസ വേളയിൽ മനുഷ്യർക്ക് നഷ്ടമായ ഈ തേജസ്സിൻ്റെ വസ്ത്രത്തെ അവിടുന്ന് യോർദാനിൽ നിക്ഷേപിച്ചു. അങ്ങനെ ഓരോ പൈതലും മാമോദീസായിലൂടെ ഈ വസ്ത്രം തങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ സ്വീകരിക്കുകയാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 27-ാം തിരുവചനത്തിൽ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: ക്രിസ്തുവിനോടുകൂടെ ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളേവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ തേജസ്സിൻ്റെ വസ്ത്രം എത്രമാത്രം വിശുദ്ധിയോടെയാണ് നാം കൊണ്ടു നടക്കുന്നത്? അല്പം കൂടി ലളിതമായി പറഞ്ഞാൽ, തെരുവിൽ ഉറങ്ങുന്ന തണുത്തു വിറച്ച ഒരു ബാലന് ഒരു രാജാവ് തൻ്റെ പട്ടുവസ്ത്രം നൽകിക്കൊണ്ട് അവൻ്റെ എളിയ വസ്ത്രം സ്വീകരിക്കുന്നു. ഇതുതന്നെയാണ് ക്രിസ്തുവും ചെയ്തത്. അവിടുന്ന് നമ്മുടെ ദാരിദ്ര്യവും മരണവും സ്വീകരിച്ചു, തിരികെ മഹത്വവും തേജസ്സും നൽകി. സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നത് നമ്മുടെ ഈ തേജസ്സിൻ്റെ വസ്ത്രം എത്രമാത്രം വിശുദ്ധിയോടെയാണ് നാം കൊണ്ടു നടക്കുന്നതെന്ന് ശ്രദ്ധിക്കുവാനും തിരിച്ചറിയുവാനുമാണ്. നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ ഈ തേജസ്സിൻ്റെ വസ്ത്രം, അതിൽ ചെളിയോ കറയോ പുരണ്ടിട്ടുണ്ടോ? നമ്മുടെ വിവാഹ വസ്ത്രമോ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളോ അതിൽ കറ പുരണ്ടാൽ നാം എന്തു ചെയ്യും? നാം അത് കഴുകി വെടിപ്പാക്കി ഇസ്തിരിയിട്ട് അലമാരിയിൽ സൂക്ഷിക്കും. അങ്ങനെയെങ്കിൽ ഈ നോമ്പുകാലത്ത് പശ്ചാത്താപമാകുന്ന സോപ്പ് കൊണ്ടും പ്രാർത്ഥനയാകുന്ന വെള്ളം കൊണ്ടും നമ്മുടെ ആത്മാവിൻ്റെ വസ്ത്രത്തെ നമുക്ക് കഴുകി വെളുപ്പിക്കാം. വിശുദ്ധിയുടെയും വിശ്രാന്തിയുടെയും ദൈവഭവനത്തിലായിരുന്നു കൊണ്ട് നമുക്ക് ഈ നോമ്പുകാലത്ത് ഈശോയോടൊപ്പം സഞ്ചരിക്കാം. അങ്ങനെ മാമോദീസായിൽ നാം സ്വീകരിച്ച വിശുദ്ധിയുടെ വെണ്മയുള്ള ആ വസ്ത്രം വീണ്ടും പ്രശോഭിതമായി നമുക്ക് സൂക്ഷിക്കാം.
ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും പുണ്യപ്രദമായ ദിനങ്ങളായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും അനുഗ്രഹപൂർണമായ ഒരു നോമ്പുകാലം ഞാൻ നേരുന്നു.